ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെന്നൂസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് സിമ്പിളായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നമുക്ക് നോക്കാം. അതിനായിട്ട് നമുക്ക് ഇവിടെ ക്യാബേജ് അരിഞ്ഞത്, അതുപോലെ തന്നെ പച്ചമുളക്, വല്യുള്ളീൻ്റെ ചെറിയൊരു കഷ്ണം മതി, അതും ക്യാപ്സിക്കും, ബീൻസും, മല്ലിച്ചപ്പും, ക്യാരറ്റും, സ്പ്രിംഗ് ഓണിയനും, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചതും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് എക്സ്ട്രാ കോളിഫ്ലവറും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ഇതിന് വേണ്ടിയിട്ട്. ഇനി നമ്മളിത് ഒരു പാന് ചൂടാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഉള്ളി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിവിടെ 1/2 കിലോനാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്ര വെക്കുന്നത് അതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾ കൂട്ടിയെടുത്താൽ മതി. ഇനി നമ്മൾ ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. എല്ലാ വെജിറ്റബിൾസും നമുക്കിതിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഇളക്കി അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും ജസ്റ്റ് നമുക്ക് ഇളക്കി കൊടുക്കാം. ഒക്കെ ഒരു ഹാഫ് വേവ് ആയാൽ മതി, നല്ല കുക്കാക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മളിത് അരിഞ്ഞ് വെച്ചിട്ടുള്ള പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒരു പച്ചമുളക് മുഴുവനായിട്ട് എടുത്തിട്ടില്ല, പകുതി എടുത്തിട്ടുള്ളൂ. ഇനി നമ്മൾക്ക് ഇതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ക്യാപ്സിക്കം ഇതൊന്നും നല്ല വേവേണ്ട, ഒക്കെ പകുതി വേവ് മതി. ഇനി നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ കുട്ടികളൊക്കെ വീട്ടിൽ ലീവുള്ള ദിവസമാണെങ്കിൽ നിങ്ങളിത് ഉണ്ടാക്കി കൊടുക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. ഇനി നമ്മളിതിലേക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിച്ചപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഫുൾ സ്പ്രിംഗ് ഓണിയനും ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നില്ല, കുറച്ച് സ്പ്രിംഗ് ഓണിയൻ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ ഇതൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. അപ്പോൾ ഇതും ഒരു ഹാഫ് വേവ് ആയാൽ മാത്രം മതി. എന്നിട്ട് നമുക്ക് ഇതുപോലെ അത് ഇളക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതൊക്കെ ഒരു സൈഡിലേക്ക് മാറ്റി നമുക്കിതിലേക്ക് 2 മുട്ട പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോൾ മുട്ട സെപ്പറേറ്റ് പൊട്ടിച്ച് ചിക്കിയിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ, അങ്ങനെ ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഇതിൽ തന്നെ നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ച് ചിക്കാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ചേർത്തുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഇതുപോലെ എല്ലാം ചേർത്തിട്ടൊന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ മുമ്പ് ഇതിലേക്ക് കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ ഞാനിതിൽ ആഡ് ആക്കിയിട്ടില്ല. അപ്പോൾ എക്സ്ട്രാ വേറെ മസാലപ്പൊടി ഒന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. പിന്നെ അത് നമ്മൾ കോളിഫ്ലവർ ഇതുപോലെ പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു, അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കോളിഫ്ലവർ ജസ്റ്റ് ഒന്ന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പും ചേർത്ത് പൊരിച്ചെടുത്തതാണ്, അതും നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കനും കൂടി പൊരിച്ചിട്ട് അതും ജസ്റ്റ് ഒന്ന് പിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ആ ചിക്കൻ നമ്മൾ പൊരിച്ചെടുത്തിട്ടുണ്ട്, അതുപോലെ ചിക്കിയിട്ട് അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഗ്രീൻ പീസും കൂടി വേവിച്ച് വെച്ചിരുന്നു, അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഈ ഒരു മസാല തന്നെ തിന്നാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൽ വേറെ എക്സ്ട്രാ മസാലകളൊന്നും നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല. ഉള്ളി, കുരുമുളക് പൊടി അതുപോലെ തന്നെ ഉപ്പും ചേർത്തിട്ട് നമ്മൾ ഈ മസാല മിക്സ് ആക്കിയിട്ടുള്ളത്. വേറെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. അതുപോലെ തന്നെ ഒരു അരമുറി ചെറുനാരങ്ങ നീരും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചെറുനാരങ്ങ നീരില്ലെങ്കിൽ വിനെഗറും കൂടി നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 2 ടീസ്പൂണ് സോയാ സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ 1 സ്പൂൺ ടൊമാറ്റോ സോസും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വളരെ സിമ്പിളാണ്, എന്നാൽ ഹെൽത്തിയുമാണ്, ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഫ്രൈഡ് റൈസാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. ഏകദേശം എല്ലാവർക്കും ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കാൻ അറിയായിരിക്കും. എന്നാലും ഇതുപോലെ കോളിഫ്ലവറും അതുപോലെ തന്നെ ഗ്രീൻ പീസും ചിക്കനൊക്കെ പൊരിച്ച് പിച്ചിട്ടതൊക്കെ പോലെ എല്ലാവരും ഉണ്ടാക്കി ട്രൈ ചെയ്ത് കമൻറ്റ് അറിയിക്കണം. കുറേ ആയി നമ്മൾ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇനി നമുക്ക് വീഡിയോസ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണേണ്ടി സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നിൽക്കണം. ഇനി നമ്മളിവിടെ അരി വേവിച്ചെടുക്കണം. അപ്പോൾ ബസുമതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അത് 1 മണിക്കൂർ കുതിർത്ത് വെച്ചേക്ക് നല്ല കഴുകി വൃത്തിയാക്കി വെള്ളം തിളച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ 1 സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ ഒന്ന് ഷെയ്ക്ക് ആവണമൊക്കെ ഉണ്ടാവും, കാരണം ട്രൈപോഡൊന്നും ഇല്ലാണ്ട് കൈ പിടിച്ചിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം, തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം. അപ്പോൾ നമ്മൾ ചോറ് വെന്ത് വന്നിട്ട് അത് ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് മസാലകളിലേക്ക് നമുക്ക് നമ്മൾ ഊറ്റി വെച്ച ചോറ് നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം.
പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ്. ഇനി നിങ്ങൾക്കൊക്കെ എക്സ്ട്രാ ഇതിലേക്ക് പച്ചക്കറിയൊക്കെ ആഡ് ചെയ്യണമെങ്കിൽ അതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളെ മക്കൾക്ക് ഒന്നും കൂടി പച്ചക്കറികളൊക്കെ അല്ലാണ്ട് തന്നെ കഴിക്കുന്നില്ലെങ്കിൽ ഇതുപോലെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കുമെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇതിൻ്റെ മേലെ ബാക്കി നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സ്പ്രിംഗ് ഓണിയൻസും അതുപോലെ തന്നെ മല്ലിച്ചപ്പും കൂടി ഇതിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രേ ഉള്ളൂ, നമ്മളെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. അതുപോലെ തന്നെ പുതിയതായിട്ട് ആരെങ്കിലും ചാനൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ നിൽക്കുകയും ലൈക്ക് ചെയ്യുകയൊക്കെ വേണം. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.